ഞാനിപ്പോൾ നിൽക്കുന്നത് ചെല്ലാനം ബീച്ചിലാണ്. ചെല്ലാനം ബീച്ചിലെ കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ഥലം ചെല്ലാനം ബീച്ചാണ്. ഇതൊരു ഹാർബറാണ്. ചെല്ലാനത്തേക്ക് വരുന്നവർ ആദ്യം കാണുന്നത് സെൻറ്റ് സേവിയേഴ്സ് പുണ്യവാളൻ്റെ കപ്പേളയാണ്. ഈ കപ്പേള വളരെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. പൂർണ്ണമായും ഉരുവിൻ്റെ മാതൃകയിലാണ് ഈ കപ്പേള നിർമ്മിച്ചിരിക്കുന്നത്. മെൽബിൻ എന്ന ഒരു എഞ്ചിനീയറാണ് ഈ കപ്പലിൻ്റെ പൂർണ്ണമായ നിർമ്മിതി വഹിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഇതിന് മുൻഭാഗത്ത് വെച്ചിരിക്കുന്ന 2 നേർച്ചപ്പെട്ടിയാണ്. ഈ നേർച്ചപ്പെട്ടി നിർമ്മിച്ചിരിക്കുന്നത് ശംഖിൻ്റെ മാതൃകയിലാണ്. നമുക്ക് ഈ കപ്പേളയുടെ അകംഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. കപ്പേളയുടെ മധ്യഭാഗത്തായിട്ടാണ് സെൻറ്റ് സേവിയേഴ്സ് പുണ്യവാളൻ്റെ വലിയ ഒരു രൂപം വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ മാതാവിൻ്റെയും അടുത്ത സൈഡിലായിട്ട് തന്നെ വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെയും രൂപങ്ങളാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ കണ്ടത് അതിനകത്ത് 2 ഭരണികളാണ്. ഉരുവിൻ്റെ മാതൃകയിൽ തന്നെയാണ് ആ ഭരണികളും നിർമ്മിച്ചിരിക്കുന്നത്. കപ്പൽ ആടി ഉലഞ്ഞപ്പോൾ ഈ ഭരണി മറിഞ്ഞു വീണതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നിർമ്മിച്ചവരുടെ പേരും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളുമാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോയി അതിൻ്റെ മുൻഭാഗത്തെ കാഴ്ചകൾ ഒന്ന് കാണാം. ആദ്യമായി കാണുന്നത് കപ്പിത്താൻ ഇരിക്കുന്നതിനുള്ള ആ സ്റ്റിയറിങ്ങും, അതുകൂടാതെ കപ്പലിൻ്റെ കടലിലെ യാത്രയിൽ ഗതി നിയന്ത്രിക്കുന്നതിനുള്ള പായികളുമാണ് നമ്മൾ കാണുന്നത്. കപ്പിത്താൻ്റെ സ്റ്റിയറിങ്, കപ്പലിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന പായ, ഇവയെല്ലാം തന്നെ ഒരു പായ്ക്കപ്പലിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ബൃഹത്തായ ഒരു ഘടകങ്ങൾ തന്നെയാണ്. കപ്പലിൻ്റെ അകവശത്തുള്ള കാഴ്ച അതിഗംഭീരം തന്നെ. ഇനി നമുക്ക് പുറത്തെ കാഴ്ചയിലേക്ക് പോകാം. അവിടെ ശംഖും മുത്തുച്ചിപ്പികളും ആങ്കറിങ്ങും എല്ലാം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സെൻറ്റ് സേവിയേഴ്സ് പുണ്യവാളൻ്റെ ഈ കപ്പേളയിലെ കാഴ്ച വളരെ ഗംഭീരം തന്നെ. ഇനി നമുക്ക് പുലിമുട്ടിലേക്കും ടെട്രാപോഡിലേക്കും ഒക്കെ നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് ബീച്ചിലെ കാഴ്ചകൾ. ബീച്ചിൽ തന്നെ നിർമ്മാണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെയാണ് ഇന്നൊരു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ബോട്ടുകൾ ഒന്നും തന്നെ കടലിൽ പോയിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാ ബോട്ടുകളും ഇവിടെ നങ്കൂരമിട്ട് കിടക്കുന്നത്. ഇതാണ് ഹാർബറിൻ്റെ ദൃശ്യം. വളരെ ശാന്തമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. വളരെ ആളുകൾ ഒന്നും തന്നെ ഇവിടെ ഇല്ലായിരുന്നു. ഹാർബറിൻ്റെ ഈ ഭാഗങ്ങളിലാണ് മീനിൻ്റെ ലേലം നടക്കുന്നത്. ഇനി നമുക്ക് പുലിമുട്ടിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. പുലിമുട്ടിൻ്റെ കാഴ്ചയിലേക്ക് പോയപ്പോഴാണ് അവിടെ കരയിൽ നിന്നും ഇത്രയും താഴത്തിലേക്കുള്ള ഒരു ഭാഗത്താണ് കടൽ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ ധാരാളം ആൾക്കാർ ചൂണ്ട ഇടുന്ന ദിവസമായിരുന്നു. പുലിമുട്ടിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങോട്ടുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നു. എന്നാലും ധാരാളം ആൾക്കാർ ഇതുവഴി ഇപ്പോഴും പോകുന്നുണ്ട്. മീൻ പിടിക്കുന്നതിനും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന പുതിയ രീതിയിലുള്ള ചൂണ്ടകൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ധാരാളം ചെറുപ്പക്കാരെ അവിടെ എനിക്ക് കാണുവാൻ സാധിച്ചു. കരയിൽ നിന്നും പുലിമുട്ടിലേക്ക് നടന്നു പോകുവാൻ കുറച്ച് അധികം ദൂരമുണ്ട്. ഉച്ച സമയമായിരുന്നു. ഏകദേശം 12 മണി കഴിഞ്ഞ സമയമായിരുന്നു അത്. ഇവിടെ ചൂണ്ടയിടാൻ വരുന്നവർ ധാരാളം പേരുണ്ടായിരുന്നു. അവരുടെ എല്ലാം കൈവശം കുടിക്കുന്നതിനുള്ള വെള്ളവും ധാരാളം മീൻ നിറയ്ക്കുന്നതിനുള്ള പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പുലിമുട്ടിനോട് അടുത്ത് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പുലിമുട്ട് എന്ന്. പുലിമുട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ഒരു ആർച്ചിൻ്റെ ഷേപ്പിലാണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് പുലിമുട്ട്. ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ടെട്രാപോഡ് കൊണ്ടുള്ള പുലിമുട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ തെക്കേ അറ്റവും ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റവും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് ചെല്ലാനം.
പുലിമുട്ടിൻ്റെ മുകളിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന ഹാർബറിൽ ഉള്ള ദൃശ്യമാണ് ഇത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഹാർബർ പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേര സമയങ്ങളിൽ ധാരാളം ആൾക്കാർ ഇവിടെ കാറ്റുകൊള്ളുവാനും വിശ്രമിക്കുവാനും വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പുലിമുട്ടിൻ്റെ മുകൾ ഭാഗം. ചെല്ലാനം ഗ്രാമത്തിന് അധികം ആരും അറിയാത്ത ഒരു ചരിത്രം കൂടിയുണ്ട്. 1500 കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചടക്കി ഭരണം തുടങ്ങിയ സമയത്ത് അവിടെ താമസിച്ചിരുന്ന കുടുംബി, ഗൗഡ, വൈശ്യ വംശത്തിൽപ്പെട്ടവർ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി കർണാടകയിലെ പല ഭാഗങ്ങളിലേക്കും കുടിയേറി താമസിച്ചു. അതിൽ കുറച്ച് ആൾക്കാർ ചെല്ലാനം, ചെറായി ഭാഗങ്ങളിലും കുടിയേറി പാർത്തു. അടുത്തത് ഇതിൻ്റെ വടക്ക് ഭാഗത്തുള്ള ടെട്രാപോഡിലേക്ക് പോകാം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചെല്ലാനം കടപ്പുറത്താണ്. ചെല്ലാനം ബീച്ചിലെ ടെട്രാപോഡിൻ്റെ കാഴ്ചകൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് ടെട്രാപോഡിൻ്റെയാണ്. വടക്ക് പുത്തൻതോട് മുതൽ തെക്ക് ചെല്ലാനം ഹാർബർ വരെയാണ് ടെട്രാപോഡ് നിർമ്മിച്ചിരിക്കുന്നത്. 7.5 കിലോമീറ്റർ നീളത്തിൽ 344 കോടി രൂപ മുടക്കിയാണ് ഈ ടെട്രാപോഡ് നിർമ്മിച്ചിരിക്കുന്നത്. 570 കിലോമീറ്ററാണ് കേരളത്തിലെ കോസ്റ്റൽ ഏരിയയുടെ ആകെ നീളം. കടൽ സംരക്ഷണത്തിൻ്റെ ഈ ടെട്രാപോഡ് നിർമ്മാണത്തിലൂടെ വിനോദസഞ്ചാരത്തിന് ഒരു പുതിയ പാത ഒരുക്കുകയാണ്. ഓഖിയും കടൽക്ഷോഭത്തിനും കവചമൊരുക്കുന്ന ഒരു രീതിയാണ് ടെട്രാപോഡ്. ഇനി മഴയും വെള്ളപ്പൊക്കവും വന്നാൽ തീരദേശത്ത് താമസിക്കുന്നവർക്ക്, ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഭയക്കാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാൻ സാധിക്കും. തീരസംരക്ഷണമാണ് ഇതിൻ്റെ മുഖ്യം എങ്കിലും കണ്ണിന് കുളിർമ പകരുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ ടെട്രാപോഡിൻ്റെ നിർമ്മാണം. ചെല്ലാനം എന്ന പേരിന് പുറകിൽ ഒരു ചെറിയ കഥ കൂടിയുണ്ട്. കൊച്ചി രാജാവിൻ്റെ നാവികസേനാ ക്യാപ്റ്റൻ ആയിരുന്ന തോബിയാസ് കപ്പിത്താൻ ഒരു യുദ്ധം ചെയ്യുകയും അതിനു പാരിതോഷികമായി ഒരു വനപ്രദേശം വിട്ടുകൊടുക്കുകയും ചെയ്തു. ആ പ്രദേശത്തിൻ്റെ പേര് ചെല്ലവനം എന്നായിരുന്നു. ആരും ചെല്ലാത്ത സ്ഥലം എന്നർത്ഥമുള്ള പേരായിരുന്നു അത്. പിന്നീട് അത് ചെല്ലാനം എന്ന് അറിയപ്പെട്ടു. തീരദേശത്തെ സംരക്ഷിക്കുന്നതിനായി കടലിലേക്ക് ഇറക്കി നിർമ്മിക്കുന്ന കടൽഭിത്തിയാണ് ഈ ടെട്രാപോഡ്. പുത്തൻതോട്, ചെറിയകടവ്, കണ്ണമാലി പ്രദേശത്തേക്ക് കൂടിയുള്ള ടെട്രാപോഡിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണമെന്ന് വേണ്ടപ്പെട്ടവരോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതോടുകൂടി എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ.